ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ദൈവം ഇന്ന് നിങ്ങളോട് ഒരു വലിയ വാഗ്ദാനം നൽകുന്ന ദിവസമാണ്. 2025 ആണ്ടിൻ്റെ ആദ്യത്തെ സാബത്ത് ദിവസം നമ്മൾ ഞായറാഴ്ചയായി ആചരിക്കുന്ന ഈ ദിവസം ദൈവമായ കർത്താവ് തൻ്റെ കൃപയൊഴുക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ഞാൻ നിനക്ക് മുൻപേ പോകും എന്നുള്ള വാഗ്ദത്തം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധാന്യശേഖരവും ഞാൻ നിനക്ക് തരും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ദൈവവചനം നമ്മൾക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. കാരണം ദൈവം തൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ സൈറസിനെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് സ്നേഹനിധിയായ പിതാവ് നിങ്ങളോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ച് നീ ആലോചിച്ചാലും നിൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ നിനക്ക് മുൻപ് ഞാൻ പോകുന്നുണ്ട്. നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, നിനക്ക് മുൻപേ തന്നെ നീ പോകുന്നിടത്തേക്ക് ഞാൻ നിനക്ക് മുൻപേ വരുന്നുണ്ട്. അത് നിൻ്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും തകർക്കുവാനും നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാനുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയ്ക്ക് മുമ്പ് സ്നാപകയോഹന്നാൻ യാത്ര ചെയ്യുന്നത്. തൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാർ പോലും അഴിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ആ സ്നാപകയോഹന്നാൻ ദൈവത്തിന് വേണ്ടി വഴി തുറക്കുവാൻ, മുൻപേ പോകുവാൻ നിയോഗിക്കപ്പെട്ടതുപോലെ ദൈവമക്കളായ നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതം സന്തോഷപ്രദവും സമാധാനം നിറഞ്ഞതും നിങ്ങളുടെ വഴി നടത്തുന്നവനുമായ കർത്താവ് നിങ്ങൾക്ക് മുൻപേ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് വലിയൊരു വാഗ്ദാനം ദൈവം നമ്മൾക്കിന്ന് തരികയാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണേലും, രോഗത്തെക്കുറിച്ചാണേലും, മക്കളെക്കുറിച്ചാണേലും, അതിനെക്കുറിച്ച് ഒന്നും ആകുലപ്പെടേണ്ട. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും തകർക്കുവാൻ കഴിവുള്ളവനാണ് നിൻ്റെ ദൈവമെന്ന് നീ വ്യക്തമായി മനസ്സിലാക്കിയാൽ മതി. നിനക്ക് വേണ്ട സമ്പത്തും ധനശേഖരവും ഞാൻ നിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു തരും എന്ന് പറയുന്ന ഒരു സ്നേഹനിധിയായ പിതാവായ ദൈവത്തെയാണ് നമ്മൾ ഈ തിരുവചനത്തിൽ കാണുന്നത്. ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, ഈ തിരുവചനത്തിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദാനം ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി ആശംസിക്കുന്നു. ദൈവകൃപയിൽ നിങ്ങൾ ഇന്നു മുതലായിരിക്കട്ടെ എന്നും ആ ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും ദൈവം നിങ്ങളുടെ വഴികാട്ടിയായി യാത്ര ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.